CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചു. ഇരട്ടപ്പുഴ കോളനിപ്പടിക്കടുത്ത് തെക്കൻ ഹനീഫയുടെ മകൻ 25 വയസ്സുള്ള അബ്ദുള്ളയാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 11ഓടെയായിരുന്നു അപകടം. പരിക്കേറ്റ അബ്ദുള്ളയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 1 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. മഴയിൽ തകർന്ന തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിനോട് ചേർന്നുള്ള താൽക്കാലിക നടപ്പാത ഉടൻ നിർമ്മിക്കണമെന്ന് AC മൊയ്തീൻ MLA പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേച്ചേരി ആയമുക്കിൽ യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. ആയമുക്ക് മതിലകത്ത് വീട്ടിൽ മുഹമ്മദ് ഷാഫിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ രായ്മരിക്കാർ വീട്ടിൽ അബ്ദുൾ കരീം, മക്കളായ റൌഫ്, റാസിഖ് എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് കുന്നംകുളം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി മുണ്ടൻകോട് സ്വദേശി തങ്ക, സഹോദരി വത്സല എന്നിവർക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും SSLC+2 വിജയികൾക്കുള്ള രാജീവ് ഗാന്ധി പുരസ്കാര വിതരണവും നടന്നു. യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഗാനരചയിതാവായിരുന്ന പൂവച്ചൽ ഖാദറിന്റെ സ്മരണാർത്ഥം പൂവച്ചൽ ഖാദർ കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് എഴുത്തുകാരനും ചലച്ചിത്ര പ്രൊഡക്ഷൻ കൺട്രോളറുമായ ഷാജി പട്ടിക്കര അർഹനായി. വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. പുതുശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടന്നു. മന്നലാംകുന്ന് 1-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇൻസ്പയർ എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാട്ടക്കമ്പൽ വില്ലേജ് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ ഡീസൽ പാചകവാതക വിലക്കയറ്റത്തിനെതിരെ അടുപ്പുകൂട്ടി സമരം ചിറക്കൽ സെന്ററിൽ സംഘടിപ്പിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് മന്നലാംകുന്ന് എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ഹാഫിൽ മുഹമ്മദ് തൻവീർ യൂനിസിനുള്ള ആദരവും SSLC+2 അനുമോദനവും സംഘടിപ്പിച്ചു. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫ്ലൈയിംഗ് ഓഫീസറായി നിയമനം ലഭിച്ച വടക്കാഞ്ചേരി സ്വദേശി അജുൽ R കൃഷ്ണനെ എരുമപ്പെട്ടി റീച്ച് ഫോർ ദ സ്റ്റാർസ് ആദരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് നെല്ലുവായി ധന്വന്തരി ആയുർവേദ ഭവൻ സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടുനിന്ന സൗജന്യ യോഗാ പരിശീലനം സമാപിച്ചു. 3 പതിറ്റാണ്ട് പൊതുരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന രാജു തോമസ് പൊതുവേലിലിന്റെ നിര്യാണത്തിൽ കല്ലൂർ വടക്കേകാട് സൗഹൃദ കൂട്ടായ്മ അനുശോചിച്ചു. 100 പ്രകാശവർഷങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമസ്ത സെന്റിനറിയുടെ ഭാഗമായി യൂണിറ്റ് തലത്തിൽ സംഘടിപ്പിക്കുന്ന അസുഫ നാട്ടുദർസിന്റെ ജില്ലാതല ഉദ്ഘാടനം അകലാട് സൗത്ത് യൂണിറ്റിൽ നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.